ഇന്ത്യയുടെ പരസ്യ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ളതും ദീർഘകാലം നിലനിന്നതുമായ ഒരു മുഖമാണ് അമുൽ പെൺകുട്ടിയുടേത്. അട്ടർലി ബട്ടർലി എന്ന ടാഗ്ലൈനോടുകൂടി ഒരു ചെറിയ പോൾക്കാ ഡോട്ട് വസ്ത്രം ധരിച്ച കുട്ടി. ആ കുട്ടി കൗതുകത്തോടെ ലോകത്തെ നോക്കുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ സംഭവ വികാസങ്ങളെയും തൻ്റെ കുസൃതി നിറഞ്ഞ കണ്ണുകളിലൂടെ ആ കുട്ടി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ ഒരു ബ്രാൻഡിൻ്റെ മുഖം മാത്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ മനസാക്ഷിയുടെ പ്രതിബിംബം കൂടിയാണ്. എന്നാൽ ഈ ഐക്കണിക് കഥാപാത്രത്തിൻ്റെ പിന്നിലുള്ള കഥ, അവളുടെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ബുദ്ധിയും ദീർഘവീക്ഷണവും അത്രയൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ ക്ഷീരവിപ്ലവത്തിൻ്റെ അദൃശ്യ നായികയായ ഈ അമുൽ പെൺകുട്ടിയുടെയും അവളെ സൃഷ്ടിച്ചവരുടെ കഥയിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം. 1946 ഗുജറാത്തിലെ കർഷകർ നേരിട്ട ചൂഷണത്തിൽ നിന്നാണ് അമുൽ എന്ന സഹകരണ പ്രസ്ഥാനം പിറവിയെടുക്കുന്നത്. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പോൾസൺ ഡയറി എന്ന സ്വകാര്യ കമ്പനി കർഷകരിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് പാൽ വാങ്ങി അത് വലിയ വിലയ്ക്ക് വിറ്റ് കൊള്ളലാഭമുണ്ടാക്കി. ഇതിനെതിരെ കർഷകരെ സംഘടിപ്പിച്ച് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന ദീർഘദർശിയായ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അമുൽ എന്ന സഹകരണ സംഘം രൂപീകരിച്ചു. പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുകയും ലാഭം കർഷകരിലേക്ക് തന്നെ തിരികെ എത്തുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഈ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദകരാക്കി മാറ്റിയ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ധവള വിപ്ലവത്തിന് തിരികൊളുത്തി. എന്നാൽ ഒരു വലിയ വെല്ലുവിളി അമുലിന് മുന്നിലുണ്ടായിരുന്നു. അമിതമായ വിലയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ മാത്രം വിറ്റിരുന്ന അമുലിന് വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു സ്ഥിരം സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം. അക്കാലത്ത് ഇന്ത്യയിൽ ബട്ടർ മാർക്കറ്റിൽ പോൾസൺ ആയിരുന്നു രാജാക്കന്മാർ. അവരുടെ ഉൽപ്പന്നം എല്ലാ വീട്ടിലും സുപരിചിതമായിരുന്നു. അമുലിന് സ്വന്തമായി ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ആകർഷകമായ പരസ്യം ആവശ്യമായിരുന്നു. 1966 അമുൽ തങ്ങളുടെ പരസ്യം കൈകാര്യം ചെയ്യാൻ മുംബൈയിലെ പ്രമുഖ പരസ്യ ഏജൻസിയായ അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ഏജൻസിയെ ഏൽപ്പിച്ചു. ഈ ഏജൻസിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന സിൽവസ്റ്റർ ഡാ കൂനയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ പരസ്യം രൂപകൽപ്പന ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സാധാരണ പരസ്യങ്ങളിൽ കാണുന്നത് പോലെ ബട്ടർ വിൽക്കാൻ ഒരു കുടുംബത്തെയോ ഒരു അമ്മയെയോ കുട്ടികളെയോ മാത്രം കാണിച്ചാൽ പോരാ എന്ന് സിൽവസ്റ്റർ ഡാ കൂനയ്ക്ക് അറിയാമായിരുന്നു. പോൾസൺ ഉൾപ്പെടെയുള്ള മറ്റ് കമ്പനികൾക്ക് അവരുടേതായ പരസ്യരീതികൾ ഉണ്ടായിരുന്നു. ഈ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു പരസ്യരൂപം ഡാ കൂനയും അദ്ദേഹത്തിൻ്റെ ടീമും അന്വേഷിച്ചു. സിൽവസ്റ്റർ ഡാ കൂന അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്ന മാനേജിംഗ് ഡയറക്ടർമാരായ ദാരാ ഡെബു, കോപ്പിറൈറ്ററായ ഭരത് ബാബോൽക്കർ, പ്രശസ്ത കാർട്ടൂണിസ്റ്റായ യൂസ്റ്റസ് ഫെർണാണ്ടസ് എന്നിവരുമായി ചേർന്നാണ് ഈ ഐഡിയയ്ക്ക് രൂപം നൽകിയത്. അവർക്ക് ആവശ്യം വളരെ ലളിതമായതും എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിക്കുന്നതുമായ ഒരു പരസ്യമായിരുന്നു. ബ്രാൻഡിൻ്റെ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കാനും അതേസമയം നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളോട് പ്രതികരിക്കാനും കഴിയുന്ന ഒരു കഥാപാത്രം. ഇത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം റെസ്പോൺസീവ് പരസ്യങ്ങൾ അക്കാലത്ത് അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല. ഈ അന്വേഷണത്തിനിടയിലാണ് സിൽവസ്റ്റർ ഡാ കൂനയ്ക്ക് ഒരു ചെറിയ പെൺകുട്ടിയെ ബ്രാൻഡിൻ്റെ മുഖമാക്കുന്നതിനെക്കുറിച്ച് ഒരു ആശയം തോന്നിയത്. ഒരു കുട്ടിക്ക് രാഷ്ട്രീയമോ സാമൂഹികമോ ആയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും, പക്ഷേ ആ സംഭാഷണം വളരെ നിഷ്കളങ്കമായിരിക്കും. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ദോഷവും തോന്നില്ല. ഈ ആശയം ടീമിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് ആ കുട്ടിക്ക് ഒരു അഡ്രസ് കൊടുക്കാൻ വേണ്ടി ഒരു ടാഗ്ലൈൻ ആവശ്യമായി വന്നു. നിരവധി ആശയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സിൽവസ്റ്റർ ഡാ കൂനയുടെ ഭാര്യയായ നിഷ ഡാ കൂന അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന വാചകം നിർദ്ദേശിച്ചു. ഈ വാക്യം അമുൽ ബട്ടറിന്റെ മനോഹരമായ സ്വഭാവത്തെ സൂചിപ്പിക്കുകയും ഒപ്പം എളുപ്പത്തിൽ ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പോൾക്കാ ഡോട്ടുള്ള ഒരു ഉടുപ്പണിഞ്ഞ് ഒരു ചെറിയ ചുവപ്പും വെള്ളയും നിറമുള്ള റിബൺ തലയിൽ കെട്ടി ആ കുട്ടി ഇന്ത്യൻ പരസ്യലോകത്തേക്ക് കാലെടുത്തു വെച്ചു. യൂസ്റ്റസ് ഫെർണാണ്ടസ് ആണ് ഈ കുട്ടിയുടെ രൂപം കാർട്ടൂൺ രൂപത്തിൽ വരച്ചത്. കുട്ടിയുടെ മുഖത്തെ ഭാവം നിഷ്കളങ്കവും ആകർഷകവുമായിരുന്നു. ആദ്യത്തെ അമുൽ പരസ്യം വളരെ ലളിതമായിരുന്നു, പക്ഷേ അതിൻ്റെ സന്ദേശം ശക്തമായിരുന്നു. ആദ്യകാലങ്ങളിൽ പരസ്യങ്ങൾ അത്രയധികം സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. എന്നാൽ 1969 ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ രാജിപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യം പുറത്തിറങ്ങിയതോടെയാണ് അമുൽ പെൺകുട്ടിയുടെ പരസ്യം പുതിയൊരു തലത്തിലേക്ക് വളർന്നത്. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളിലും, കായിക മത്സരങ്ങളിലും, രാഷ്ട്രീയ പ്രതിസന്ധികളിലും, സിനിമാ താരങ്ങളുടെ വിശേഷങ്ങളിലും അമുൽ പെൺകുട്ടി തൻ്റെ നിഷ്കളങ്കമായ നർമ്മത്തിലൂടെ പ്രതികരിച്ചു. ഇതവൾക്ക് ഇന്ത്യൻ ജനതയുമായി ഒരു പ്രത്യേക ബന്ധം ഉണ്ടാക്കാൻ സഹായിച്ചു. അവളുടെ പരസ്യങ്ങളിൽ ചിലത് ഇന്നും ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഉദാഹരണത്തിന് 1970കളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ടോയ്ലറ്റുകൾ വൃത്തിഹീനമായതിനെക്കുറിച്ച് ഒരു പരസ്യം വന്നപ്പോൾ ഇത് വൃത്തിയാക്കരുത് എന്ന് അർത്ഥം വരുന്ന ഒരു വാചകം പരസ്യത്തിൽ ഉപയോഗിച്ചു.
കൂടാതെ അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഖ്യയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പരസ്യം തുടങ്ങി. ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ചുള്ള പരസ്യങ്ങൾ വരെ അമുൽ പെൺകുട്ടി അവതരിപ്പിച്ചു. 2004 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ വാജ്പേയിജി ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നൊരു പരസ്യം പുറത്തിറക്കി. ഇത് ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യത്തോടുള്ള അമൂലിന്റെ പ്രതികരണമായിരുന്നു. ഈ പരസ്യങ്ങളെല്ലാം ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു. ആളുകൾക്ക് അമൂലിന്റെ പരസ്യം ഒരു വാർത്താ ബുള്ളറ്റിൻ പോലെയായി മാറി. ഓരോ പുതിയ പരസ്യം വരുമ്പോഴും അവർ അതിലെ നർമ്മവും രാഷ്ട്രീയ സാമൂഹിക വിശകലനവും ശ്രദ്ധിച്ചു. ഈ ലളിതമായ പരസ്യങ്ങൾ ഒരു ബ്രാൻഡിന് അതീതമായി ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി മാറി. സിൽവസ്റ്റർ ഡാ കൂനയുടെ മകനായ രാഹുൽ ഡാ കൂനയുടെ നേതൃത്വത്തിൽ ഇന്നും അമുൽ പെൺകുട്ടിയുടെ പരസ്യങ്ങൾ തുടരുന്നു. ഏതൊരു സംഭവവും നടന്നാൽ മണിക്കൂറുകൾക്കകം അതിനെക്കുറിച്ച് അമുൽ ടോപ്പിക്കൽ പരസ്യം പുറത്തിറക്കും. ഇത് ടീമിന്റെ വേഗതയും കഠിനാധ്വാനവും സൂചിപ്പിക്കുന്നു. ഈ പരസ്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഒരു ചിത്രം മാത്രം ഉൾപ്പെടുത്തിയിരുന്ന പരസ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വർണ്ണാഭമായതും ചിലപ്പോൾ അനിമേഷൻ ഉൾപ്പെടെയുള്ളതുമായി മാറിയിട്ടുണ്ട്. അമുൽ പെൺകുട്ടിയുടെ വിജയം ഒരു പരസ്യ വിജയത്തിന്റെ മാത്രം കഥയല്ല, ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ വിജയം, ഒരു രാജ്യത്തിന്റെ ക്ഷീരവിപ്ലവത്തിന്റെ വിജയം, കൂടാതെ ഒരു ബ്രാൻഡിന് എങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കഥാപാത്രം. അമുൽ ബ്രാൻഡിനെ കേവലം ഒരു ഉൽപ്പന്നം എന്നതിലുപരി ഒരു കുടുംബാംഗത്തെ പോലെ കണക്കാക്കാൻ ഈ പെൺകുട്ടി നമ്മെ പഠിപ്പിച്ചു. തുടക്കത്തിൽ ഈ പരസ്യം എത്ര കാലം നിലനിൽക്കുമെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. എന്നാൽ ഇതിന്റെ ലാളിത്യവും നർമ്മവും ആളുകളുമായി ബന്ധപ്പെടാനുള്ള കഴിവും ഈ ബ്രാൻഡിനെ കാലാതീതമാക്കി. ഇന്ന് ഇന്ത്യയുടെ ഓരോ തലമുറയും അമുൽ പെൺകുട്ടിയുമായി വളർന്നു. അവൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ രാജ്യത്തിന്റെ മാറ്റങ്ങളെക്കുറിച്ചുള്ള, നമ്മുടെ സന്തോഷങ്ങളെക്കുറിച്ചുള്ള, നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ചുള്ള, നമ്മുടെ പ്രതീക്ഷകളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ അമുൽ ബട്ടർ എന്ന ഉൽപ്പന്നത്തിന് ഒരു മുഖം നൽകാൻ തുടങ്ങിയ ഒരു പരസ്യ കഥാപാത്രം ഇന്ത്യയുടെ ചരിത്രത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറി. അമുലിന്റെ അദൃശ്യ നായികയായ പെൺകുട്ടി ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച പരസ്യ കഥാപാത്രങ്ങളിൽ ഒരാളായി നിലകൊള്ളുന്നു. അമുൽ പെൺകുട്ടിയുടെ കഥാപാത്രത്തിന് ആരാണ് മോഡൽ ആയത് എന്ന് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശോഭ തരൂർ ശശി തരൂരിന്റെ സഹോദരിയാണ്. ചെറുപ്പത്തിൽ എടുത്ത ഇവരുടെ ഒരു ഫോട്ടോയാണ് അമുൽ ഗേളിന് പ്രചോദനമായതെന്നൊരു വാർത്ത അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ശ്യാം ബെനഗൽ എടുത്ത ശോഭയുടെ കുട്ടിക്കാലത്തെ ചിത്രമാണ് അമുൽ പരസ്യത്തിനായി ഡാ കുൻഹ കമ്മ്യൂണിക്കേഷൻസ് എന്ന പരസ്യ കമ്പനി ഉപയോഗിച്ചതെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഈ പോസ്റ്റ് വളരെയധികം ശ്രദ്ധ നേടിയപ്പോൾ ശോഭ തരൂർ തന്നെ ഇതിന് മറുപടി നൽകിയിരുന്നു. താനും സഹോദരിയും ആദ്യകാലങ്ങളിൽ അമുൽ പരസ്യങ്ങളിൽ അമുൽ ബേബികളായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ശ്യാം ബെനഗലാണ് അവരുടെ ഫോട്ടോ എടുത്തതെന്നും അവർ സ്ഥിരീകരിച്ചു. എന്നാൽ തന്റെ ചിത്രമാണോ ഈ കാർട്ടൂണിന് നേരിട്ടുള്ള പ്രചോദനമായതെന്ന് തനിക്ക് ഉറപ്പില്ലെന്നും അവർ പറഞ്ഞു. ഈ പ്രചരണത്തിന് അമുൽ വേഗത്തിൽ തന്നെ പ്രതികരണം നൽകി. ശോഭ തരൂരിൽ നിന്നല്ല അമുൽ ഗേളിന്റെ ആശയം വന്നതെന്ന് അവർ വ്യക്തമാക്കി. 1966 പരസ്യ വിഭാഗം മേധാവി സിൽവസ്റ്റർ ഡാ കുൻഹയും ചിത്രകാരൻ യൂസ്റ്റേസ് ഫെർണാണ്ടസും ചേർന്നാണ് അമുൽ ഗേളിനെ സൃഷ്ടിച്ചത്. ബ്രാൻഡിനെ പ്രതിനിധീകരിക്കുന്ന തമാശയും സൂക്ഷ്മതയുമുള്ള ഒരു രൂപമാണിതെന്നും അവർ പറഞ്ഞു. അമുൽ ഗേളിന്റെ കഥ ഇന്ത്യൻ പരസ്യ ലോകത്ത് ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചു. ഒരു ഉൽപ്പന്നത്തെ വിൽക്കാൻ മാത്രമല്ല, സാമൂഹിക സംഭാഷണങ്ങൾ നടത്താനും ഒരു ബ്രാൻഡിന് കഴിയുമെന്ന് അത് കാണിച്ചു തന്നു. സിൽവസ്റ്റർ ഡാ കൂന എന്ന പ്രതിഭയുടെയും യൂസ്റ്റസ് ഫെർണാണ്ടസ് എന്ന കലാകാരന്റെയും ദീർഘവീക്ഷണമാണ് അമുൽ പെൺകുട്ടിയെ ഇത്രയും വലിയൊരു കൾച്ചറൽ ഐക്കണാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്ഷീരവിപ്ലവത്തിന്റെ യഥാർത്ഥ നായകൻ ഡോക്ടർ വർഗീസ് കുര്യൻ ആണെങ്കിൽ ആ വിപ്ലവത്തെ ജനങ്ങളിലേക്ക് എത്തിച്ച യഥാർത്ഥ അദൃശ്യ നായിക ഈ അമുൽ പെൺകുട്ടിയാണ്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഓരോ ചായക്കടകളിലും ഓരോ ഓഫീസുകളിലും ഓരോ വീട്ടിലും അമുൽ പെൺകുട്ടി അവളുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയുമായി ഇന്നും സജീവമാണ്. ഒരു ബട്ടറിന്റെ പരസ്യത്തിൽ നിന്ന് തുടങ്ങി ഒരു രാജ്യത്തിന്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഈ പെൺകുട്ടി ഇനിയും ഒരുപാട് കാലം ഇന്ത്യൻ പരസ്യ ലോകത്ത് നിറഞ്ഞു നിൽക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.